നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്യാനും റിവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നത് അമേസ്ഫിറ്റിൻ്റെ പോപ്പ് 2 എന്ന് പറയുന്ന പുതിയൊരു സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ ഏകദേശം ഒരാഴ്ചയായി ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ അടുത്ത് കിട്ടിയിട്ട് അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഒരു റിവ്യൂ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അതായത് നമ്മൾ പ്രൊഡക്റ്റ് കിട്ടുന്ന വഴി ഇത് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിതിനു മുമ്പ് പല വീഡിയോ ഇട്ടിട്ട് ചിലരൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വാച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.7 ഇഞ്ചിൻ്റെ ഒരു Amoled ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കോളിംഗ് കാര്യങ്ങളും ഈ ഒരു വാച്ചിൽ വരുന്നുണ്ട്. പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 150 കൂടുതൽ വാച്ച് ഫേസ് കാര്യങ്ങളും അതുപോലെ 100-ലധികം സ്പോർട്സ് മോഡുകളും അതുപോലെ തന്നെ ലോങ് ബാറ്ററി ലൈഫൊക്കെയാണ് ഈ ഒരു വാച്ചിൽ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഞാനിത് അത്യാവശ്യം യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ പോരായ്മകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ആൻഡ്രോയിഡായിട്ടും അതുപോലെ തന്നെ ഐഫോണായിട്ടും നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വാച്ചാണ്. അപ്പം ഈ ഒരു വാച്ചിൻ്റെ വില വരുന്ന ഏകദേശം 3000 രൂപ അടുത്താണ്. അമേസ്ഫിറ്റ് പോലുള്ള ബ്രാൻഡിൽ നിന്ന് ഇത്രയും വില കുറഞ്ഞ് വാച്ച് വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് തോന്നി. ബോക്സിനുള്ളിൽ നമുക്ക് ലഭിക്കുന്ന ഒരു യൂസർ മാനുവലും അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്നുള്ള ഒരു വയറുമാണ്. പിന്നീട് നമുക്ക് വാച്ചിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ആ ഒരു ഡിസ്പ്ലേ നമുക്ക് വാച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രീമിയം, അതായത് ആപ്പിളിൻ്റെ വാച്ചൊക്കെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ആ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കാര്യങ്ങളാണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. അത് തന്നെ അവർ നല്ല ഹൈലൈറ്റ് ആയിട്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അവർ പറയുന്ന പോലെ തന്നെ നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഇന്ന് സ്മാർട്ട് വാച്ചുകൾ ഇപ്പം ഈ ഒരു 2000 രൂപയ്ക്ക് 3000 രൂപയ്ക്ക് ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് വാച്ചുകളുള്ള ഫീച്ചേഴ്സും ഇതിൻ്റെ അതും കുത്തി നിറച്ച് വിട്ടിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സൊന്നും നമുക്കിതിനകത്ത് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഫീച്ചറിൻ്റെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കോൾ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സേവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഹാർട്ട് റേറ്റ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ എത്രയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നോക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ ഒരു എക്സ്ട്രാ ഫീച്ചറായിട്ട് തോന്നിയത് ഫീമെയിൽ ഹെൽത്തിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ലീപ്പിംഗ് മോണിറ്റർ അതുപോലെ നമ്മൾ വർക്കൗട്ട് ചെയ്തതിൻ്റെയൊക്കെ എല്ലാം മോണിറ്റർ ചെയ്തതിനകത്ത് തരും. പിന്നെ നമുക്ക് മെനു സ്റ്റൈൽ 2 രീതിയിൽ സെറ്റ് ചെയ്യാം. ആപ്പിളിൻ്റെ ആ ഒരു രീതി ഇല്ല, നമുക്ക് വേറെ 2 സ്റ്റൈലുകളാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ഇഷ്ടം പോലെ ഇവരുടെ ആപ്പിൻ്റെ ഉള്ളിൽ വാച്ച് ഫേസുകളുണ്ട്, അത് നമുക്ക് മാറി മാറി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാറ്ററി കുറച്ച് കൂടുതൽ കൺസ്യൂം ചെയ്യുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. നമുക്ക് ഡിജിറ്റൽ ക്ലോക്കും അല്ലെങ്കിൽ അനലോഗ് ക്ലോക്കും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓവറോൾ എനിക്ക് ഈ ഒരു വാച്ച് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഏകദേശം 3000 രൂപയ്ക്ക് നമ്മൾ പല ബ്രാൻഡുകളുടെ വാച്ച് അവൈലബിൾ ആണെങ്കിലും അമേസ്ഫിറ്റ് പോലുള്ള നല്ലൊരു ബ്രാൻഡിൻ്റെ വാച്ച് നമുക്ക് ഈ ഒരു പ്രൈസിൽ ലഭിക്കുമെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നീട് നമുക്ക് ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നല്ല ബാറ്ററി ലൈഫ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അടിപൊളി ഡിസ്പ്ലേ ആണ്. കോളിങ്ങിൻ്റെ കാര്യം നോക്കിയാലും അടിപൊളിയാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഞാൻ മോണിറ്ററിംഗും അത്യാവശ്യം നല്ല അക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ നിലത്തൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ റീഡിംഗ് അങ്ങനെ കാണിക്കില്ല. അത് ഒരുപാട് ഫേക്ക് വാച്ചിൽ വേറെ നിലത്ത് വെച്ചാലും പല റീഡിംഗ് കാണിക്കും. പക്ഷേ ഇതിൽ അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. അത്യാവശ്യം അക്യുറേറ്റ് ആയിട്ട് തന്നെ റീഡിംഗ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മെനുവിലോട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മെനു ബട്ടണായിട്ട് കൊടുത്തിരിക്കുന്ന ബട്ടണിൽ എപ്പോഴും ഞെക്കേണ്ടി വരും. അതായത് മെനുവിലോട്ട് വരുന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ ടച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ ഈ ബട്ടൺ ഞെക്കി തന്നെ മെനുവിലോട്ട് വരണം. അതൊരു ചെറിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നി. പിന്നെ മെനുവിൻ്റെ സ്റ്റൈൽ വന്നിരിക്കുന്നു, അതൊരു മികച്ചൊരു രീതിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിലും അതുപോലെ ഓവറോൾ ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയാൽ നല്ല അക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി വാച്ച് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് കാര്യങ്ങൾ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ അമേസ്ഫിറ്റ് പോലുള്ള ഒരു ബ്രാൻഡിൻ്റെ വാച്ച് യൂസ് ചെയ്യാറുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാച്ചാണ്. നല്ല പ്രീമിയം ലുക്കിൽ ഒരു വാച്ച് നിങ്ങൾക്ക് ചെറിയ വിലയ്ക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാച്ച് നിങ്ങൾക്ക് താഴെ ലിങ്കിൽ പോയിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കുന്ന നാളെ മറ്റൊരു കിട്ടുന്ന വീഡിയോയിൽ കാണാൻ പ്രതീക്ഷയോടെ ബൈ ഗൈസ്.